തൃശൂരിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതിനും ചിത്രമെടുക്കുന്നതിനും വിലക്ക്. കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ശരത് ഓങ്ങല്ലൂർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശരത്ത്, ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. തികച്ചും രാജ്ഭവന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് മാധ്യമങ്ങൾക്ക് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും 26-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കാണ് കാർഷിക സർവകലാശാലയുടെ ഇത്തരത്തിലൊരു ബിരുദദാന ചടങ്ങ് ഹയാത്ത് റീജൻസി ഹോട്ടലിൽ വെച്ച് തീരുമാനിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചത് അറിയിക്കാനെത്തിയ കാർഷിക സർവകലാശാല അധികൃതരാണ് നമ്മളോട് ഇക്കാര്യം അറിയിച്ചത്. ഗവർണറുടെ ഓഫീസിൽ നിന്നും നിർദ്ദേശമുണ്ട്. ദൃശ്യങ്ങൾ പകർത്തുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും നിയന്ത്രണങ്ങൾ വേണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ദൃശ്യങ്ങൾ ലൈവായിട്ട് കാർഷിക സർവകലാശാലയുടെ വെബ്സൈറ്റ് വഴി ലൈവ് സ്ട്രീം ഉണ്ടാകും എന്ന് മാത്രമാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന മാധ്യമപ്രവർത്തകരുടെ എണ്ണത്തിലും ഇത്തരത്തിൽ വലിയ നിയന്ത്രണം രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശമുണ്ടായിട്ടുണ്ട്. 25 മാധ്യമപ്രവർത്തകർ പങ്കെടുത്താൽ മതി എന്നാണ് ഇത്തരത്തിൽ അറിയിച്ചിട്ടുള്ളത്. വൈസ് ചാൻസലർ ഗവർണറായിട്ടുള്ള അർലേക്കറാണ് ഇതിന് ബിരുദദാന ചടങ്ങ് നടത്തുന്നത്. പ്രോ ചാൻസലറായിട്ടുള്ള മന്ത്രി പി പ്രസാദ് പങ്കെടുക്കുന്ന, കെ രാജനും പങ്കെടുക്കുന്ന ചടങ്ങിലാണ് ഗവർണർ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ ഒരു ഇൻവിറ്റേഷനകത്ത് വളരെ കൃത്യമായിട്ട് അവർ ഇക്കാര്യം പറയുന്നുണ്ട്. ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങിൽ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എണ്ണമിട്ട് പറയുന്നു. അതിനകത്ത് എന്ത് തരം വസ്ത്രം ധരിക്കണം, ഏത് സമയത്ത് ആളുകൾ അവിടെ എത്തണം എന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് വളരെ കൃത്യമായി തന്നെ അവർ പറയുന്നുണ്ട്, ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ചിത്രീകരണത്തിന് ഈ ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആര്യ.